മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്ന വീഡിയോ വള്ളിക്കുരുമുളകിന് വളമിടുന്നതും അത് തൈവള്ളിക്കുരുമുളക് അത് നട്ട് കിളിച്ച് കഴിഞ്ഞതിന് ശേഷം വളമിടുന്നതും അതിന് താങ്ങുകാല് അത് പടർന്ന് കയറാൻ വേണ്ടി താങ്ങുകാല് കൊടുക്കുന്ന വിധങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിവിടെ നട്ടിരിക്കുന്ന ഈ മുളക് കരിമുണ്ട ഇനത്തിൽപ്പെട്ട ഒരു മുളകാണ് നമ്മൾ വിട്ട്. കരിമുണ്ട നമുക്കറിയാം, ഇതേപോലെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്, നമ്മുടെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച ഒരു കരിമുണ്ട ഇനത്തിൽപ്പെട്ട ഒരു മുളകാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ 2 കൊല്ലം കൊണ്ടേ വള്ളിക്കുരുമുളക് എല്ലാം തന്നെ കായ്ക്കത്തുള്ളൂ. എങ്കിലും ഇതിന് ചൂടൽ, അതായത് മറ്റ് വൃക്ഷങ്ങളുടെ തണലിലും വളരാനുള്ള പ്രത്യേകമായ കഴിവുണ്ട്. കുറഞ്ഞ അളവിൽ സൂര്യപ്രകാശവും വെയിലും മതി ഈ കരിമുണ്ട ഇനത്തിൽപ്പെട്ട മുളകിന്. എന്നാൽ പന്നിയൂർ വണ്ട് ഉൾപ്പെടെയുള്ള കുരുമുളകുകൾക്ക് നല്ല സൂര്യപ്രകാശവും നല്ല ചൂടും വേണം. അതുകൊണ്ട് തന്നെ നല്ല മറ്റുള്ള കൃഷികൾ, മറ്റ് പ്ലാവ്, മാവ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃഷികളുള്ളിടത്ത് നട്ടുപിടിപ്പിക്കാൻ നമുക്ക് നല്ലത് ഈ കരിമുണ്ട ഇനത്തിൽപ്പെട്ട ഈ കുരുമുളകാണ്. അപ്പോൾ കുറ്റിക്കുരുമുളകും വള്ളിക്കുരുമുളകും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറ്റിക്കുരുമുളക് വെച്ചാൽ കുറച്ച് ആദായം ഒരു വീട്ടിലേക്ക് ലഭ്യമാക്കാനാണ് നമ്മൾ കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിക്കുന്നത്. എന്നാൽ വള്ളിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ മികച്ച ആദായം ലഭിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു കർഷകൻ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചാൽ നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് പച്ചയ്ക്കോ അത് ഉണക്കിയോ കൊടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് വച്ചു അത് കിളിച്ച ഈ മുളവിന് താങ്ങാല് കൊടുക്കുന്ന വളമിടുന്നതുമായ രീതിയിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ കുരുമുളക്. നമ്മൾ ഇതിന് വച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായി. നമ്മൾ വെള്ളമൊക്കെ കോരി നല്ല രീതിയിൽ ഇത് കിളിപ്പിച്ചെടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വളം ഇടുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്പം എല്ലുപൊടി വിതറി കൊടുക്കുകയാണ്. എല്ലാ കൃഷികൾക്കും ഇടാൻ പറ്റുന്ന ഒരു വളമാണ് എല്ലുപൊടി. ഈ എല്ലുപൊടി ഇത്രയും മതി, ചെറിയ തൈമുളകിൽ ഇത്രയും മതി. കൂടുതൽ വളം, അമിതമായ വളപ്രയോഗം ഒരിക്കലും നല്ലതല്ല. അത് നമ്മുടെ സസ്യങ്ങൾക്ക്, നമ്മുടെ വിളകൾക്ക് വലിയ ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളം നമ്മൾ ഉപയോഗിക്കാവൂ. എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇതേപോലെ ആട്ടിൻപുഴുക്കയാണ്. ആട്ടിൻപുഴുക്ക നമുക്ക് മുളക് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ചെടികൾക്കും ഇടാൻ പറ്റുന്നതാണ് ആട്ടിൻപുഴുക്ക. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടു കാണും, ഇതൊരു തടം പോലുണ്ട്. കാരണം മഴ പെയ്ത് വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ നിന്നും ഒഴുകി പോകാനിടയാവരുത്. ഇതിൻ്റെ ചുവട്ടിൽ വീഴുന്ന വെള്ളം ഇവിടെ തന്നെ നിൽക്കണം. അതിനാണ് നമ്മളിങ്ങനെ ഒരു തടം പോലെ എടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ വളം പൂർണ്ണമായിട്ടും ഈ കുരുമുളകിന് ലഭ്യമാകത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരല്പം മണ്ണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുളക് പൊടിയുടെ ചുവട് ഈ മാന്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ടെ, അല്ല വൃത്തിയാക്കുന്നുണ്ടെ, കാട് തെളിക്കുന്നുണ്ടെ ഈ കുരുമുളകിൻ്റെ ഒരു വേര് പോലും കേട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുരുമുളകിൻ്റെ വേരുകൾക്ക് കേട് വന്നാൽ ഈ ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ ഈ കുരുമുളക് പരിപാലിക്കാൻ. അതുപോലെ തന്നെ ഈ കവറിനകത്തിരിക്കുന്ന ഇതിപ്പം കിളിച്ച ഈ തൈകൾ നമ്മൾ നേഴ്സറിയിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ഇതേപോലെ ശരിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ നടുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഈ കവറിൽ നിന്നും ഇത് എടുക്കുന്നത് മുതൽ നടുന്നിടം വരെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. കാരണം ഇതിൻ്റെ കവറിൽ നിന്നും ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഒരു വേരിന് പോലും ക്ഷതം സംഭവിച്ചാൽ ഈ കുരുമുളക്, ഇത്രയും പ്രായമായ ഈ കുരുമുളക് പൂർണ്ണമായിട്ടും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല, മാസങ്ങളുടെ അടുത്താണ് അത് നശിച്ചു പോകുന്നത്. അത് നമുക്ക് വലിയൊരു ദുഃഖത്തിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ കുരുമുളക്, വള്ളി കുരുമുളക് വെച്ച് പിടിപ്പിക്കാൻ. തീർച്ചയായിട്ടും ഈ കുരുമുളക് വയ്ക്കുന്ന വിധങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നമുക്കിതിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ വളമിട്ട് കഴിഞ്ഞു, പൂർണ്ണമായിട്ട് നമ്മൾ വളമിട്ടു. വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ വളമിട്ടത്. ഇതിൽ തടമുണ്ട്. കാരണം മഴ പെയ്താൽ വെള്ളം വേറെങ്ങും പോകത്തില്ല. ഇനി നമുക്ക് ഇത് പടർന്നു, ഇപ്പോൾ ഈ വളവും കൂടെ ആവുന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ഇത് പടർന്നു വരും.
അതിന് നമുക്ക് താങ്ങുകാൽ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ താങ്ങുകാലിനായിട്ട് കൊടുക്കുന്നത് ഈ മുരിങ്ങയാണ്. മുരിങ്ങ നമുക്കറിയാം, മുരിങ്ങ രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒന്ന്, ഇതിന് കായ്കളുണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറിച്ച് വിറ്റ് കാശ് മേടിക്കാൻ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ ഇലയും പൂവും നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള സംഗതിയാണ്. പിന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ വീണ്ടും മുറിച്ച് നമുക്ക് ഇതുപോലെ മുളക് പൊടി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കൃഷിയാക്കി നട്ടുപിടിപ്പിക്കാനോ ഒക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മുരിങ്ങക്കമ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ കൊള്ളാവുന്ന സംഗതി ചീമക്കൊന്നയാണ്. ചീമക്കൊന്നയുടെ താങ്ങുകാലിലും മുരിങ്ങയുടെ താങ്ങുകാലിലുമാണ് കുരുമുളക് നല്ല രീതിയിൽ കായ്ഫലം തരുന്നത്. അപ്പോൾ മുരിങ്ങയുടെ കമ്പ് നമ്മൾ ഇതിൻ്റെ താങ്ങുകാലായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ, ഈ കമ്പ് തലേ ദിവസം ഇത് ഇന്നലെ വെട്ടിയെടുത്ത കമ്പാണ്. തലേ ദിവസം വെട്ടിയെടുത്ത് നമ്മൾ അതിൻ്റെ തോലൊക്കെ കൂതി അതിൻ്റെ നീളം നോക്കുക. നമുക്ക് ഒരാൾക്ക് എത്തുന്ന തരത്തിലുള്ള നീളമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴേ കുരുമുളക് നമുക്ക് തന്നെ തറയിൽ നിന്ന് പറിക്കത്തക്ക രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കുരുമുളക് എന്നല്ല, എല്ലാ ഫലവൃക്ഷങ്ങളും അങ്ങനെയാണ്. എന്നാൽ മുൻകാലങ്ങളിൽ വളരെ ഉയരത്തിലായിരുന്നു ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. അന്ന് നമുക്കിത് പറിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. വീടുകളിലൊക്കെ അംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അതുപോലെ അയലോക്കത്തെയുള്ള ആളുകളൊക്കെ വന്ന് പറിച്ചു തരും. അവർക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സഹായം ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ കാലങ്ങൾ മാറി, കൃഷിയുള്ള താല്പര്യവും ആഭിമുഖ്യവും ഒക്കെ കുറഞ്ഞു വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് അവർക്ക് മാത്രം ആവശ്യമായുള്ള മുളകുകൾ ഉൾപ്പെടെയുള്ളതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പല ജോലികളും വ്യാപൃതരാകേണ്ട നമുക്ക് ഇത് ഏണി കൊണ്ട് ഇതിൻ്റെ ചാരി കയറി പറിക്കാനോ ഒന്നുമുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഒരാൾ ഹൈറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് തറയിൽ നിന്നുകൊണ്ട് തന്നെ ഈ മുളക് പറിക്കാൻ സാധിക്കും. മിക്ക വീടുകളിലും ഒരു വള്ളിക്കുരുമുളക് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു വള്ളിക്കുളവും സംരക്ഷിച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളക് കാണും, പിലവ് വിൽക്കാനും കാണും. വള്ളിക്കുരുമുളക് നല്ല കായ്ഫലമുള്ള ആണ്ടിൽ 2 പ്രാവശ്യമാണ് നമ്മൾ വള്ളിക്കുരുമുളകിന് വളം ചെയ്യേണ്ടത്. കാരണം മഴക്കാലത്തിൻ്റെ ആരംഭം, അത് ഇപ്പോൾ വളം ചെയ്യാം. അത് കഴിഞ്ഞ് തുലാവർഷത്തിൻ്റെ ആരംഭം. ഈ രീതിയിൽ കാലിവളം, അതുപോലെ തന്നെ പച്ചില വളം, പിന്നെ കമ്പോസ്റ്റ് വളം, ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു കുരുമുളകിൽ നിന്നും നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി കൊടുത്ത് കാശ് മേടിക്കാനുമുള്ള മുളക് കൊടുക്കും. മുളകിന് നല്ല വിലയാണ്. നമുക്ക് പച്ചയ്ക്ക് വേണേൽ അത് വിൽക്കാം, അതെല്ലാം ഉണക്ക കുരുമുളാക്കി വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കമ്പുകാൽ നമ്മൾ മുരിങ്ങയുടെ കമ്പാണ്. ഇത് ഇന്നലെ വെട്ടി വെച്ചിരുന്നതാണ്. ഇന്നലെ വെട്ടി വെച്ച് ഇന്നാണ് നടന്നത്. അപ്പോൾ ഇന്നലെ ഇത് മുറിച്ച് എന്തിനാണ് വയ്ക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, മുരിങ്ങ ഉൾപ്പെടെ താങ്ങുകാലായിട്ട് കമ്പ് നട്ട് പിടിപ്പിച്ച് കൃഷി ചെയ്യുന്ന ഈ വിളകൾ, ഇത് ഒരു ദിവസം ഇരിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ കിളിക്കാനുള്ള മുകുളങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരത്തുള്ളൂ. സുഷുപ്തിയിലാണ്ടിരിക്കുന്ന മുകുളങ്ങൾക്ക് ഒരു ഊർജ്ജസ്വലത കൈവരാൻ വേണ്ടിയാണ് ഒരു ദിവസം നമ്മളിത് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് നാട്ടണം. ഈ നാട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കുന്താലി കൊണ്ടൊന്നും നമ്മൾ ഇതിന് തട പിടിക്കൊന്നും വേണ്ട. നമ്മൾ എടുക്കേണ്ട ഇതേപോലെ ഒരു പൈപ്പിൻ്റെ ഇതെടുക്കുക. എടുത്തിട്ട് അതുകൊണ്ട് ഇത്രയും അടിയെങ്കിലും താക്കണം. കുരുമുളകിൻ്റെ ചോട്ടിൽ നിന്നും ഇത്രയും അടി നമ്മൾ താത്തിരിക്കണം. ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാനുള്ള ഒരു കുഴി ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇറക്കി വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു പോകത്തില്ല. അല്പം ആഴത്തിൽ കിട്ടുകയും ചെയ്യും. അത് കിളിച്ച് ബലപ്പെട്ട് വരികയും ചെയ്യും. ഇപ്പം നമ്മളിത് ഉറപ്പിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഉറപ്പിച്ചാൽ ഇത് കിളിക്കുന്നുണ്ടെങ്കിൽ നല്ല ബലമായി ഉറച്ച് കിട്ടും. നമുക്ക് നമ്മുടെ അത്രയും ഉള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വളമൊക്കെ ഇട്ടതിന് ശേഷം താങ്ങുകാലും കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മുളക് പൊടിയുടെ തല എന്ന് വെച്ചാൽ ഈ സംഗതിക്ക് തലയെന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനൊന്ന് വെച്ച് കൊടുക്കണം. കാരണം അതിലാണ് ഇത് എത്തി നിൽക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ മുളക് പൊടിയൊക്കെ കെട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്
ഇതേപോലെയുള്ള വള്ളികളോ ഒക്കെ ആയിരിക്കാം. ഒരിക്കലും പ്ലാസ്റ്റിക് ആയിട്ട് നമ്മൾ മുളക് പൊടി കെട്ടരുത്. കാരണം ഈ മുളക് പൊടി തല മരത്തിൽ നമ്മൾ കൂട്ടി വെച്ച് കെട്ടുന്നുണ്ടെങ്കിൽ മരം വളരുന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അത് ലയിച്ച് പോകാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ മരം മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതുപോലെ അഴുകുന്ന സംഗതികളൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അഴുകിപ്പോവും. മുളക് വളരും തോറും ദാണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തെ വേരുണ്ട്, നമുക്കിത് കാണാൻ സാധിക്കും. ഇത് മരത്തേൽ താങ്ങ് മരത്തേൽ കയറി പിടിക്കാൻ വേണ്ടിയുള്ള ഒരു വേരാണ്. ഇത് വളരും തോറും ഇത് സ്വമേധയാ വേരിൽ ഈ മരത്തിൽ ഇങ്ങനെ കയറി പിടിച്ച് അത് കയറി പോവും. പിന്നെ ഇടയ്ക്കൊക്കെയുള്ള സമയം കിട്ടുമ്പോൾ നമ്മൾ ഈ മുളകിൻ്റെ ചുവട്ടിൽ വന്ന് ഇത് നോക്കണം. കാരണം കുരുമുളക് ഉൾപ്പെടെയുള്ള ഏത് വിളകളായാലും നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിരക്ഷ, നമ്മുടെ ഒരു തലോടൽ, ഒരു സ്നേഹം ഈ കൃഷികളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നോക്കുകയും അതുപോലെ ഇതിന് കേടായ ഇലകളോ വള്ളികളോ വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടിച്ച് കളയുകയും നമ്മുടെ കരസ്പർശം ഈ മുളകിലൊന്ന് കൊള്ളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ തളിർത്ത് വളർന്ന് അത് കായ്ച്ച് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ കൃഷിയെ സ്നേഹിക്കുമ്പോൾ കൃഷി നമ്മളെയും സ്നേഹിക്കുന്നു. ഒരിക്കലും കൃഷി നല്ല രീതിയിൽ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നഷ്ടം വരികയില്ല. പലവിധ വെല്ലുവിളികളെയും ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഭക്ഷണമില്ലാതെ ഒരു ജീവജാലങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരു കർഷകനെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന ജോലി ഒരു സംസ്കാരം തന്നെയാണ്. ഒരു കർഷകൻ ജോലി ചെയ്യുമ്പോൾ ആ കർഷകന് വേണ്ടി മാത്രമല്ല കർഷകൻ ജോലി ചെയ്യുന്നത്, സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. ഇപ്പോൾ മുരിങ്ങയ്ക്കായാലും കുരുമുളകായാലും വാഴക്കുലയായാലും ചക്കയായാലും അത് പഴുത്ത് നിൽക്കുമ്പോൾ എത്രയോ ജീവജാലങ്ങൾ അത് അന്നമാക്കുന്നുണ്ട്. എത്രയോ മനുഷ്യർ ആ ചക്ക ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ മാത്രമല്ല വിൽക്കുന്നുടനെ മുരിങ്ങയ്ക്ക വിൽക്കുന്നുടനെ ആ കർഷകന് പൈസ കിട്ടുന്നു, അത് വാങ്ങിച്ച് വിൽക്കുന്ന ആൾക്ക് ലാഭം കിട്ടുന്നു, അത് വാങ്ങിക്കുന്ന ആൾക്ക് ഭക്ഷണമായിട്ട് കഴിയുന്നു. അപ്പം പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയുടെ തുടക്കക്കാരനാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ. കർഷകരെ സ്നേഹിക്കാനും കർഷകരെ ആദരിക്കാനും കർഷകരെ ബഹുമാനിക്കാനും കർഷകർക്ക് അർഹിക്കുന്ന സഹായങ്ങളും സേവനങ്ങളും ചെയ്തു കൊടുക്കാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വിവരശേഖരണം നടത്താനും ആ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാനും കൃഷിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, കർഷകനെ സ്നേഹിക്കുന്നുവെങ്കിൽ, കൃഷി നിലനിൽക്കണമെന്ന് ആവശ്യമെങ്കിൽ, കൃഷിയും ഗ്രഹവൈദ്യവും എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അത് അമർത്തിയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.